വീണ്ടും ഒരു ദിവസം കൂടി ദൈവമായ കർത്താവ് നമ്മുടെ ജീവിതത്തിന് ദാനമായിട്ട് തന്നിരിക്കുകയാണ്. നല്ല ദൈവത്തിന്, അവിടുത്തെ പരിശുദ്ധ നാമത്തിന് നമുക്ക് മഹത്വം കൊടുക്കാം, നന്ദി പറയാം. ഇന്നത്തെ പ്രത്യേക പ്രാർത്ഥന നിയോഗമായിട്ട് സമാധാനമില്ലാതെ വിഷമിക്കുന്ന ഒരു മകളാണ്. കർത്താവ് മുന്നോട്ട് എങ്ങനെ പോകണമെന്നറിയില്ല. ദുഃഖങ്ങളും വേദനകളും സഹനങ്ങളും മാത്രമാണ്. ദൈവമക്കളെ, ഈശോ നമ്മളെ കാണുന്നുണ്ട്, ഈശോ നമ്മളെ അറിയുന്നുണ്ട്. തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. 1 പത്രോസ് 5:6 ദൈവത്തിന് ശക്തമായിട്ടുള്ള കരത്തിൻ കീഴിൽ താഴ്മയോടെ നിൽക്കുവിൻ, അവിടുന്ന് തക്ക സമയത്ത് നിന്നെ ഉയർത്തിക്കൊള്ളും. മക്കളെ, തക്ക സമയത്ത് താഴ്മയോടെ ശക്തമായ കരത്തിൻ കീഴിൽ പ്രാർത്ഥനയോടെ വിശ്വാസത്തോടെ ദൈവാശ്രയത്തോടെ നിലനിൽക്കുമ്പോൾ എല്ലാ കാര്യത്തിനും ദൈവം ഒരു അനുഗ്രഹത്തിൻ്റെ സമയം നമുക്ക് തരും. അത് നമ്മൾ വിശ്വസിക്കണം. കാരണം യെശയ്യാ പ്രവാചക പുസ്തകം 26:3 പറയുന്നുണ്ട്, അങ്ങയിൽ ഹൃദയം ഉറപ്പിച്ചിരിക്കുന്നവരെ അവിടുന്ന് സമാധാനത്തിന്റെ തികവിൽ സംരക്ഷിക്കുന്നു. എന്തെന്നാൽ അവൻ അങ്ങയിൽ ആശ്രയിക്കുന്ന ദൈവമക്കളെ, ദൈവത്തിൽ ഹൃദയം ഉറപ്പിച്ചിരിക്കുന്ന ഒരു മകളെ ദൈവമായ കർത്താവ് കൈവിടുകയില്ല. നമ്മുടെ വിശ്വാസമാണ്, നമ്മുടെ പ്രത്യാശയാണ്, നമ്മുടെ പ്രാർത്ഥനയാണ്. പ്രാർത്ഥിക്കുന്ന ഒരു മകളെ ദൈവം കൈവിട്ടിട്ടില്ല. ലേവ്യരുടെ പുസ്തകം 26:6 പറയുന്നുണ്ട്, ഞാൻ നിങ്ങളുടെ നാട്ടിൽ സമാധാനം സ്ഥാപിക്കും, നിങ്ങൾ സ്വൈര്യമായിട്ട് വസിക്കും, ആരും നിങ്ങളെ ഭയപ്പെടുത്തുകയില്ല. ഇത് മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വാക്കാണ്. നമ്മൾ വിശ്വസിക്കുന്ന മകൾക്ക് അവിടുന്ന് അത് പ്രദാനം ചെയ്യും. നമ്മുടെ ഏത് സാഹചര്യമാണോ, നിനക്കും നിന്റെ കുടുംബത്തിനും നിന്റെ ദേശത്തിനും സമാധാനം സ്ഥാപിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നീ ആയിരിക്കുന്ന സ്ഥലത്ത് സമാധാനത്തിൽ വസിക്കുവാൻ ആരും നിന്നെ ഭയപ്പെടുത്താത്ത രീതിയിൽ വേദന, സഹനം, അല്ലെങ്കിൽ ദുഃഖങ്ങൾ, പ്രയാസം, രോഗങ്ങൾ, അല്ലെങ്കിൽ നിന്റെ ചുറ്റും വസിക്കുന്നവര് നിന്നെ അസ്വസ്ഥപ്പെടുത്താതിരിക്കാൻ ദൈവമായ കർത്താവ് വചനത്തിന്റെ കോട്ട കെട്ടി നിന്നെ ആനയിക്കും. നമുക്ക് വിശ്വസിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ ദിവസം മുഴുവനും ദൈവമേ വചനത്തിന്റെ കോട്ട കെട്ടണം. യേശുനാമത്തിന്റെ ശക്തി, അതിലുപരി പ്രത്യേക കൂട്ടായ്മയുടെ ആ വലിയൊരു സംരക്ഷണം, തിരുരക്തത്തിന്റെ വലിയൊരു അഭിഷേകം, വിശുദ്ധ സംരക്ഷണം എന്നെ, എൻ്റെ കുടുംബത്തെയും നയിക്കണമേ, എൻ്റെ ജീവിതമാകുന്ന യാത്രയെ നയിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം.